നമസ്കാരം. എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. സമൂഹത്തിലെല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു കഥാപാത്രത്തിലൂടെയാണ് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടത്. ഇക്കുറി ബൈജുവിൻ്റെ ചില പുതിയ നമ്പറുകളുമായി ഞാൻ എത്തുന്നു. കാണണം, പ്രോത്സാഹിപ്പിക്കണം, അനുഗ്രഹിക്കണം. www.ayyappabaiju.com. വാച്ച് ഇറ്റ്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ഉപകാരം മറ്റു ചിലർക്ക് ഒരു ഉപദ്രവമായി മാറിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപകാരം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിലേ ഇതുപോലിരിക്കും. ചേട്ടാ, ഇവിടെ കൈ കാണിച്ചപ്പോൾ അവൻ അവിടെ കൊണ്ട് നിർത്തി. ഇവിടെ ഒരു സ്ഥലകാല പോകുന്നില്ല. പോയാ എടാ ആൻ്റപ്പൻ്റെ പോയി. ഇയാൾക്കൊന്നൊരു ശ്രദ്ധയില്ല. കാശ് കൊടുത്തു മേടിച്ച സാധനം കയ്യിൽ നിന്ന് പോയാൽ ഇയാളൊന്നും അറിയത്തില്ല. ഇനി എങ്ങനെ അവിടെ നിർത്തിക്കും? കൊടുക്കാതിരുന്നാലും മോശമല്ലേ? വഴിയുണ്ട്. സുരേഷ് പോകാം. ഇങ്ങോട്ടിറങ്ങി. ഇങ്ങോട്ടിറങ്ങാൻ. നമുക്ക് പോകണ്ടേ? എവിടെ? ആൻ്റപ്പൻ്റെ വീട്ടിൽ. എവിടെ? ആൻ്റപ്പൻ്റെ വീട്ടിൽ. ആൻ്റപ്പൻ്റെ വീട്ടിലോട്ട് 10-16 കിലോമീറ്റർ ഓട്ടം ഉണ്ട്. നിന്റെ വണ്ടി തന്നെ 10-16 കിലോമീറ്റർ ഓടത്തില്ലേ? ഓടും. ഓടിക്കഴിഞ്ഞ അവസാനം പൈസ ഇല്ലെന്ന് വല്ലതും പറഞ്ഞ എൻ്റെ സ്വഭാവം മാറും. ഓടുന്നതിന് മുമ്പാണ് പൈസ അല്ല. പീക്യൂഷ പോലും ഓടിക്കഴിഞ്ഞ മെഡൽ വായിക്കുന്നത് അറിയാവോ? അതിന് പിന്നെ നിനക്ക് മാത്രത്തില്ല ജാട എന്താ? അങ്ങോട്ട് കയറി മൂഡ് ഓഫ് ആക്കല്ലേ. പൈസ ഒക്കെ ഓട്ടം കഴിഞ്ഞ കൂടെ തരും. സൂചിപ്പിക്കല്ലേ. അവൻ്റെ ഒരു ദേഷ്യം. എടാ നിന്നെ ഞാനല്ലേ വിളിച്ചത്. പിന്നെ നിനക്കുള്ള കൈ നീട്ടുക ഇതിനകത്ത് ഇരിക്കുന്നത്. ഇത് മുഴുവൻ കാശാ മോനെ, കാശ്. ഇങ്ങോട്ടിറങ്ങി. ഇങ്ങോട്ടിറങ്ങാൻ. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. ഇങ്ങോട്ടിറങ്ങി. സുരേഷേ, നീ ഞാനിനകത്ത് കയറിയപ്പം പോലെ എന്നോട് പറയട്ടെ ഇറങ്ങിപ്പോന്ന് കേട്ടോ. എടാ ഇതുപോലൊരു ഓട്ടം നിനക്ക് ആരും തന്നിട്ടില്ല. എന്നെ ഇതിനകത്ത് നിറക്കി വിട്ടാൽ നിനക്ക് ശാപം കിട്ടും. എനിക്ക് ശാപം കിട്ടിക്കോട്ടെ. സത്യം പറ, നിങ്ങൾ ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചതാ? ഇതെവിടെ നിന്ന് മോഷ്ടിച്ചാന്ന്? ഞാനിന്നൊരു സാധനം ആരുടെ മോഷ്ടിച്ചിട്ടില്ല കേട്ടടാ. എടാ ഇതെനിക്ക് വഴി കിടന്ന് കിട്ടിയ സാധനമാണ്. ഏത് വഴി? എവിടത്തെ വഴി? എടാ നമ്മുടെ ആൻ്റപ്പൻ്റെ അപ്പനില്ലേ, പുള്ളി മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയ സാധനം ഇത് ആ പുള്ളിയുടെ കൊണ്ട് കൊടുക്കുക. അയാളുടെ പൈസ മേടിച്ച് നിനക്ക് തരിക. അപ്പോൾ അയാൾക്ക് അയാളുടെ സാധനവും കിട്ടും, നിനക്കൊരു ഓട്ടോ കിട്ടും. അത്ര ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. അല്ലാതെ എനിക്ക് ഇതിനകത്ത് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. അല്ല ഇന്നത്തെ കാലത്തൊരു ഉപകാരം ചെയ്ത് നോക്കും. നീ വണ്ടി വിടാവേ. സുരേഷ് എന്താ ഇപ്പൊ ആൻ്റപ്പൻ്റെ ഒപ്പം നീയാണെന്ന് വിചാരിച്ചു. അപ്പൊ നിന്റെ ഒരു സാധനം കളഞ്ഞു. അത് ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടു തന്ന നീ എനിക്ക് ഓട്ടോ കൂടി തരത്തില്ലേ? അത് പിന്നെ എന്താണ് ഒരു സംശയം? അത് പിന്നെ നമ്മുടെ ഒരു സാധനം കൊണ്ട് തരുമ്പോൾ നമ്മൾ ഓട്ടോ കൂടി കൊടുക്കണോ? അത്രേ ഉള്ളൂ.
അപ്പൊ നിന്റെ സംശയവും തീർന്നു, എന്റെ ടെൻഷനും തീർന്നു. നീ വണ്ടി വിടും. അങ്ങേര് പൈസ തരുമായിരിക്കും അല്ലേ? തരും, തരാതിരിക്കത്തില്ല. തരേണ്ടതാ. പുള്ളി ഉപകാരം ചെയ്യുന്നവരാരും മറക്കത്തില്ല. നല്ല മനുഷ്യൻ. എന്നാലും ഇത്രയും കാശ് അയാൾ കളഞ്ഞിട്ട് പോയല്ലോ. ഈ ആൻ്റപ്പൻ ചപ്പനൊന്നും ഒരു വിവരവും ഇല്ല. ആൻ്റപ്പനൊന്ന് കാണട്ടെ. എൻ്റെ അപ്പൻ നേരത്തെ ഞാൻ ചവിട്ടിക്കൂട്ടി കൊട്ടയിറങ്ങിയില്ല അല്ലേടാ? നീ സമ്മതിക്കും നിന്റെ അപ്പനാണ്. ചേട്ടാ ഇത് കയറ്റിയത് അബദ്ധമായി പോയല്ലോ. എന്ന് വെച്ചാൽ ഇത് വലിയ ഫ്ലൈറ്റ് ഇനി ഈ സാധനം കാണുമ്പോൾ അയാൾ ഹസ്ബൻഡ് ആവും അല്ലടാ. ഒരു മിനിറ്റ്. ശരി ശരി ശരി. ആരാ? ആൻ്റപ്പനില്ലേ? ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? ഇല്ല. എന്നാ ആൻ്റപ്പൻ്റെ അപ്പനെ ഒന്ന് വിളിച്ചു. ആ ശരി എന്നാ. കൊള്ളം കുടിച്ചോണ്ട് ആൻ്റപ്പനില്ലേ? ആൻ്റപ്പൻ്റെ അപ്പൻ. കാശായിരുന്നല്ലേ? അപ്പച്ച കള്ളു കുടിച്ചിട്ട് ആരാണ്ട് വെളിയിൽ വന്ന് ചേട്ടനെ തിരക്കുന്നു. കള്ളു കുടിച്ചു? ആ ചേട്ടനല്ലെന്ന് പറഞ്ഞപ്പോ പറയാം അപ്പച്ചൻ അങ്ങോട്ടിയല്ലേ. ആഹാ അദ്ദേഹത്തെ കള്ളു കുടിയാടാ എന്നെ തിരക്കി വരുന്നത്. അതൊന്നും കാണണമല്ലോ. ഭയങ്കര സെറ്റപ്പൊക്കെയാ, പക്ഷെ ശ്രദ്ധയില്ല. ആരാ ആരാന്നൊക്കെ പിന്നെ പറയാം. ഇരിക്കാതെ. ആഹാ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഇരിക്കാനോ? ആ അത് തന്നെ പറഞ്ഞു, ഇരിക്കി. എന്നിട്ട് പറയാൻ കാര്യം എന്നാന്ന്. ആ പറ. അതെ, നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്നറിയോ? താൻ എങ്ങനെയാ പൈസ ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കഷ്ടപ്പെട്ടാ പൈസ ഉണ്ടാക്കുന്നത്. ആണല്ലോ. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്ത് മേടിച്ച സാധനം കളഞ്ഞു പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ? ഉണ്ടാവും ഉണ്ടാവും. ഉണ്ടാവും. എടാ സുരേഷ മോനെടാ, വിഷമം ഉണ്ടാവും. ആരുടെ എന്നാ നഷ്ടപ്പെട്ടെന്നേ ഈ പറയുന്നത്? ദേ ചൂടാവല്ലേ, ചൂടാവുന്നത് ശരിയല്ല. ഞാൻ നിങ്ങളുടെ സാധനം നഷ്ടപ്പെട്ട കാര്യം തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വരുന്നത് കേട്ടോ. ആ ഞങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതെന്നാ വർത്താനം പറയുന്നത്? ഇപ്പോൾ വല്ലയിടത്തും പോയിട്ടാണോ വരുന്നത്? പോയായിരുന്നു. എവിടെ? മാർക്കറ്റിൽ പോയായിരുന്നു. മാർക്കറ്റിൽ പോയി. ആ എടാ മാർക്കറ്റിൽ പോയിട്ട് വന്നിരിക്കുക പുള്ളി. എന്നിട്ട് വല്ല സാധനം നഷ്ടപ്പെട്ടായിരുന്നോ? ഇല്ല നഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. മോളെ എന്തെങ്കിലും നഷ്ടപ്പെട്ടുണ്ടോ നോക്കി. നോക്കിയിട്ട് വന്നിട്ട് പറയാം കേട്ടാ. അതെ, ഒരാളൊരു ഉപകാരം ചെയ്യാൻ നോക്കുമ്പം അയാളെ തള്ളി പറയരുത്. പറഞ്ഞു മനസ്സിലായോ? ഞാൻ എന്തോരം റിസ്ക് എടുത്ത ആ സുരേഷ് മോന്റെ ഓട്ടോറിക്ഷയിൽ ഇവിടെ കൊണ്ട് തരുന്നതെന്നറിയാവോ? എന്റെ ഓട്ടോറിക്ഷ കൂലി ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് എടുത്തോടുത്ത് കൊണ്ടിട്ടാണ്. എങ്കിൽ പിന്നെ താൻ എടുത്തെടുത്ത് കൊണ്ടിടോ. എടുത്തെടുത്ത് കൊണ്ടിടാൻ എനിക്ക് ഇത് തന്നെ പറഞ്ഞു. എനിക്ക് ഇത് തന്നെ പറഞ്ഞു. അപ്പച്ച നമ്മുടെ ഒരു സാധനം പോയിട്ടില്ല. ഒരു സാധനം പോയിട്ടില്ല. ഓ അപ്പച്ചൻ നമ്മുടെ ഒരു സാധനം പോയിട്ടില്ല. അപ്പച്ചനും കൊള്ളാം, മരുമോളും കൊള്ളാം. നിങ്ങളുടെ ഒരു സാധനം പോയിട്ടില്ല. ഒന്നും പോയിട്ടില്ല. ഇല്ല ഒരു സാധനം പോയിട്ടില്ല. എടോ ഒരു സാധനം പോയിട്ടില്ല. പിന്നെ ഇതാറ ഈ സാധനം അങ്ങോട്ട് നോക്കിക്കേ. ഒരു സാധനം പോയിട്ടില്ലെന്ന് ഇപ്പൊ സാധനം കാണുമ്പോ നിങ്ങൾ ഞെട്ടും. കണ്ടോ? എന്താ ചേട്ടാ? ഒരു ചെരുപ്പ് വേണമായിരുന്നു. സൈസ് എത്ര? 7 ഇഞ്ച്. 7 ഇഞ്ച് അല്ലേ? ചേട്ടാ ഇത് നല്ല ടൈപ്പാ, നല്ലപോലെ ലാസ്റ്റ് ചെയ്യും, നല്ല സൂപ്പർ ഗ്രിപ്പുള്ള ടൈപ്പാ. ഇത് ലാസ്റ്റ് ഒന്നും ചെയ്യത്തില്ല. ഈ സെയിം സാധനം എന്റെ കാലേ കിടക്കുന്നത്. ദാ നോക്കേ, കണ്ടോ? നീ എന്താടാ ഇത്ര കിഴിച്ചു വെച്ച് നോക്കുന്നേ? ദേ നോക്കേ. എന്താ 4 വർഷം അവള് മേടിച്ചിട്ട് ടപ്പേന്ന് പള്ളി പൊട്ടിപ്പോയി. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? 4 വർഷോ? എന്റെ പൊന്നി ഏട്ടാ, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഈ 4 വർഷമൊക്കെ ഈ ചെരുപ്പ് ഉപയോഗിക്കൂ? മാക്സിമം ഒരു 6 മാസം. 6 മാസം പോയിട്ട് 6 വർഷം ഞാൻ ഉപയോഗിക്കും കേട്ടോ. താനങ്ങ് പോ. നീ നിന്റെ പണി നോക്കിയാ മതി കേട്ടോ. ചെരുപ്പിനെയും പേടിക്കണം, ചെരുപ്പ് തരുന്നവനെയും പേടിക്കണം എന്ന് വെച്ചാൽ. ചേട്ടാ ഇതെന്നാ?
ചേട്ടന്റെ പഴയ ചെരുപ്പാ. ആ ഇത് പൊട്ടിയ ചെരുപ്പല്ലേ? ഇത് ഇവിടെ ഇടാൻ പറ്റത്തില്ല. നീ ചേട്ടൻ പോണ വഴിക്ക് എവിടെയെങ്കിലും കൊണ്ട് കള. ഹാ എന്നാ ചെയ്യാനെന്നൊക്കെ. ഇത് പൊട്ടിയാൽ എന്നെ വിടത്തില്ലെന്ന് ഓർക്കുമ്പോഴാ. അയ്യേ. എടാ, ഇതെന്ത് വൃത്തിയായിട്ട സാധനമാണോ ഇത്? അല്ല അത് പിന്നെ മോളെ ഈ ആൻ്റപ്പൻ്റെ അപ്പൻ്റെ ഒന്നൊരു സാധനം കളഞ്ഞു പോയി. ഞാനത് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ കൊടുത്തത്. പക്ഷെ അത് ഇത്രയും വൃത്തിയായിട്ട സാധനമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യമായിട്ടും ഇത്രയും വൃത്തികെട്ട സാധനമാണ് ഞാൻ റോഡിൽ കളഞ്ഞത്, മനസ്സിലായോ? അതെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുക എന്നെ നാറ്റിക്കാൻ. എടുക്കടാ, എടാ എടുക്കാൻ. എനിക്കൊന്നും വേണ്ട. നിനക്കൊന്നും വേണ്ടോ? എനിക്കൊന്നും വേണ്ട. അങ്ങോട്ട് വിളിക്കണം. ഞാൻ കൊന്നോളെ തന്നെ. ഇറങ്ങടാ, ഇറങ്ങടാ. ഛേ, ഇറങ്ങടാ. പോവാനെ പോട്ടെ. അവൻ വന്നിരിക്കുന്ന ഒരു പരോപകാരി. കണ്ണിച്ചോരയില്ലാത്ത വേഗം വാ. പോവാണല്ലോ. ഇവിടെ ഇവിടെ അവിടെ എന്താ ഇതും കൊണ്ട് അങ്ങോട്ട് പോവോ? നമുക്ക് പോകണ്ടേ? എന്റെ ഓട്ടോ കൂലിങ് തന്നെ. എന്നാ എന്റെ ഓട്ടോ കൂലിങ് കൊണ്ട് തരാൻ. അത് പിന്നെ ഏത് പിന്നെ? എടാ സുരേഷേ, ആ. ഇപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് ഇപ്പൊ ആൻ്റപ്പൻ നീയാണെന്ന് വിചാരിച്ചു. മാറ്റ്. അപ്പൊ നിന്റെ ഒരു സാധനം കളഞ്ഞു പോയി. അത് ഞാൻ ഈ ഓട്ടോറിക്ഷ നിന്നെ കൊണ്ട് തരുവാ. അപ്പൊ നീ എനിക്ക് ഓട്ടോ കൂലി ഒന്നില്ല. അതിനിപ്പോ ഞാൻ എന്ത് ഞാൻ എന്ത് ചെയ്യുന്നോ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരുത്തനുണ്ട്. ആരാ? ബൈജുവേ, നമ്മുടെ അയ്യപ്പ ബൈജു. എങ്ങനെ മനസ്സിലാകാനാ? രാവിലെ മദ്യപിച്ച് എന്തൊക്കെ പുകിലാ കാട്ടിക്കൂട്ടുന്നത്. ഇതൊക്കെ ആരോട് പറയാനാ? എന്നാ പറയാനാ? ദേ രാവിലെ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ പുകില്. പച്ചപ്പത്തി പത്തൂല 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 12 പത്തൂല 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 12 12 10 വില. അല്ലേ 10 വിലയെന്ന്. 10 വിലയെങ്കിൽ 10 വില. നിനക്ക് 10, എനിക്ക് 12. അതുകൊണ്ട് തന്നെ എനിക്ക് 12 എന്ന് പറയാൻ പറ്റില്ല. ചേട്ടൻ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും മീൻ മേടിക്കാൻ വന്നാൽ ഞാൻ 12 എടുത്ത് കൊടുക്കണ്ടേ? ആണോ? നീ 12 ഒന്നും എടുത്തു കൊടുക്കണ്ട. എന്ന് കണ്ട എനിക്ക് 12 എന്ന് പറയാൻ പറ്റില്ലേ? എന്റെ പൊന്നു ചേട്ടൻ, ഞാൻ മീനെന്ന് വിളിക്കുമ്പോൾ തന്നെ ചേട്ടന് 12 എന്ന് വിളിക്കേണ്ട കാര്യം എന്താ? ഞാൻ മീനെന്ന് വിളിക്കുമ്പോൾ തന്നെ ചേട്ടന് 12 എന്ന് പറയണോ? അത് ശരി. എന്നൊരു കാര്യം ചെയ്യ്, നീ മീനെന്ന് വിളിക്കുമ്പോൾ ഞാൻ 12 എന്ന് പറയുന്നില്ല. തീർന്നില്ല വിഷയം. 10 വില 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 10 വില. ഇയാളെന്താ എന്നെ കളിയാക്കുവാണോ? എടാ നീ പോയില്ലേ? ചേട്ടൻ എന്നെ കളിയാക്കുവാണോ? എന്താടാ കാര്യം? എന്താടാ? ഞാൻ ഈ പാലത്തേരുത് കച്ചവടം ചെയ്യുമ്പോൾ തന്നെ ചേട്ടന് 12 എന്ന് വിളിക്കണോ? പാലത്തേരുന്ന് കച്ചവടം ചെയ്യുമ്പോൾ തന്നെ 12 എന്ന് വിളിക്കണോന്ന്? നിനക്ക് ഇപ്പൊ പാലത്തെ തന്നെ ഇരുന്ന് കച്ചവടം ചെയ്യണം ഇത്ര നിർബന്ധം എന്താ? പാലത്തിന് താഴെ ഇരുന്നാണേലും കച്ചവടം ചെയ്യാം. എന്റെ കച്ചവടക്കാരൊക്കെ ഇവിടെ വരുന്നത്. ആണ്. നിന്റെ കച്ചവടക്കാരൊന്നും ഇങ്ങോട്ട് വരണ്ട. നീ അങ്ങോട്ട് ഇറങ്ങി, അങ്ങോട്ട് ഇറങ്ങി. അവൻ്റെ ഒരു കച്ചവടം. വെള്ളത്തിൽ കിടന്ന സാധനം എടുത്തുകൊണ്ട് വന്നു വെള്ളത്തിന്റെ മേലുള്ള പാലത്തെ വെച്ച് കച്ചവടം ചെയ്താലേ അവന് ശരിയാകത്തുള്ളൂ. റാസ്കൂൾ. സൈക്കിൾ പോയപ്പോ ബൈക്ക്. ചേട്ടാ, ഈ തോമസ് ചേട്ടന്റെ വീട് എവിടെ എന്നറിയോ? തോമസ് ചേട്ടന്റെ വീട്? തോമസ് ചേട്ടന്റെ വീട് എന്താ കാര്യം? എന്താ അത് ഞാൻ തോമസ് ചേട്ടനോട് പറഞ്ഞോളാം. ആണോ? എന്നൊരു കാര്യം ചെയ്യ്, നീ ആദ്യം പോയി തോമസ് ചേട്ടൻ്റെ കാര്യം പറഞ്ഞിട്ട് വാ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ വീട് കാണിച്ചു തന്നാലേ എനിക്ക് കാര്യം പറയാൻ പറ്റുള്ളൂ. ചേട്ടാ നീ ആദ്യം കാര്യം എന്താന്ന് പറ, എന്നിട്ട് പറയാം തോമസ് ചേട്ടൻ്റെ വീട്. കാര്യം പറയാം. അതായത് ഞാൻ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിൽ നിന്നും വരികയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിൽ നിന്നും വരികയാണ്. നെറ്റ്വർക്ക്? അതെ. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോ വലവീശൽ. അപ്പൊ ശരി, വലവീശാൻ വേണ്ടി ഇറങ്ങിയാണോ നീ? എടാ വല വീശുന്നതിങ്ങനെ ബൈക്കിനകത്ത് ഇൻ ചെയ്ത് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സാധാരണ കയ്യിലും കൊണ്ട് കൊടുത്തുകൊണ്ട് അങ്ങോട്ട് പോയാൽ മതി. എന്റെ പൊന്ന് ചേട്ടാ, മീൻ വല വീശുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചേട്ടനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ചേട്ടൻ ഒരാളെ ചേർക്കുന്നു. ഞാൻ ചേർക്കണം? ചേട്ടന്റെ ലെഫ്റ്റിലും റൈറ്റിലും 2 പേരെ ചേർക്കണം. ലെഫ്റ്റിലും റൈറ്റിലും? അയ്യോ, എന്റെ ലെഫ്റ്റും റൈറ്റും ആരുമില്ലല്ലോ. ആകപ്പാടുള്ള എന്റെ ഫ്രണ്ടിൽ നീയാ. നിന്നെ ചേർത്താ മതിയാ? ഓ എന്റെ പൊന്നി ചേട്ടാ, പറയുന്നത് കേക്ക്. എന്നെ അല്ല, മറ്റു 2 പേരെ കണ്ടെത്തണം. കണ്ടെത്തിച്ചാണോ? ഏത് കണ്ടെത്തി? കണ്ടെത്തിലല്ല, മറ്റു 2 പേരെ കണ്ടുപിടിച്ച് ചേർക്കണം. അങ്ങനെ അങ്ങനെ. അപ്പൊ ചേട്ടൻ ഈ 2 പേരുടെ മുകളിലാകും.
ഈ രണ്ടുപേരുടെ മുകളിൽ ചേട്ടൻ ഈ രണ്ടുപേരുടെ മുകളിൽ ഞാനാവും. ആകും. എന്നിട്ട് അതിനുശേഷം ഇവർ രണ്ടുപേരെ വീണ്ടും ഇവരുടെ അടിയിൽ ചേർക്കുമ്പോൾ ചേട്ടൻ 6 പേരുടെ മുകളിലാകും. ഞാൻ ആ 6 പേരുടെ മുകളിലാവും. മുകളിലാകും. വീണ്ടും ഈ 6 പേര് അവരുടെ താഴെ 2 പേരെ ചേർത്ത് കഴിയുമ്പോൾ ചേട്ടൻ 14 പേരുടെ മുകളിലാകും. 14 പേരുടെ മുകളിലാകും. അത് ശരി. എന്നിട്ട് വീണ്ടും ചേട്ടൻ നിർത്ത്. ഇയാളെ കേട്ടൊന്നും വേണ്ട. എടാ ഈ 14 പേരുടെ മേളിൽ ഇരിക്കുന്ന ഞാൻ ബാലൻസിന്റെ താഴെങ്ങണം വീണ എന്റെ കൈയും കാലും ഓടിക്കാൻ നീ എന്നെ കൊണ്ടുപോകും ആശുപത്രി. എന്റെ പൊന്നി ചേട്ടാ, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ചേട്ടൻ ആ തോമസ് ചേട്ടന്റെ വീടെന്ന് പറഞ്ഞു തരാൻ ആ പറ്റും? തോമസ് ചേട്ടന്റെ വീട് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്ന് ആരും കൂടി ചോദിച്ചാൽ മതി. അവിടെ ചോദിച്ചാൽ മതി. ആ മതി. ഓക്കെ, അവൻ ചോദിച്ചു തോമസ് ചേട്ടനും. താങ്ക് യു. ആ ശരി. താങ്ക്സ് എന്നല്ലേ പറഞ്ഞു? അതെ. ആ ശരി. 12. ചേട്ടനെ കളിയാക്കുവാണോ? എന്നാ ചേട്ടനെ കളിയാക്കുവാണോ ഒന്ന്? അടി കളിയാക്കി. അല്ല, ചേട്ടൻ എന്നെ കളിയാക്കിയ പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. നിന്നെ കളിയാക്കൊന്നും അല്ല. പിന്നെ എനിക്കിപ്പോ പാലത്തിൽ നിന്ന് 12 എന്ന് പറയാൻ മേലെ. പറയാം. ആ പിന്നെ കളിയാക്കിയത് അവനെയൊക്കെ ഞാൻ അങ്ങ് കളിയാക്കി പോലെ അവനങ്ങ് ഫീൽ ചെയ്യുക. 12. ചേട്ടൻ കളിയാക്കാനാണോ ഉദ്ദേശിച്ചത്? എന്നാ ചേട്ടൻ കളിയാക്കാനാണോ ഉദ്ദേശിച്ചതെന്ന്? എടാ നിന്നെ കളിയാക്കൊന്നും അല്ല ഞാൻ. പിന്നെ നീ ഒന്ന് 12 എന്ന് പറഞ്ഞ 12 എനിക്ക് ഫീൽ ചെയ്തില്ല കളിയാക്കൊന്നും പോലെ. ആണോ? ആ അപ്പൊ നിനക്ക് മാത്രം ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നീ ഒന്ന് പോവാന്ന് ചുമ്മാ. എടാ നമ്മുടെ നാട്ടില് നമ്മുടെ സ്ഥലത്ത് പാലത്തിൽ നിന്ന് 12 എന്ന് മേലെ വെള്ളോടത്തും കിടക്കുന്നവരൊക്കെ എൻ്റെ അടുത്തോട്ട് അടയ്ക്കൂടോ 12 എന്ന് പറയുമ്പോൾ. സ്കൂൾ ഒരു സ്റ്റാൻഡേർഡും ബൈക്കും. അത് ശരി. ആ നീ ഒരു കാര്യം ചെയ്യ്. നീ ആ പൈസ എടുത്ത് അവന് കൊടുത്തിട്ട് നീ അതും മേടിച്ചിട്ട് നീ അപ്പുറത്തോട്ട് പോക്കൂ കേട്ടോ. ഇവൻ ഏത് മറ്റേ കാര്യം ആ ശരി. വെക്കല്ലേ. വെക്കല്ലേ. എടാ ഒരു 10 രൂപയ്ക്ക് ഒന്ന് ചാർജ് ചെയ്തേര്. ഓക്കെ. പിന്നെ ബാക്കിയുള്ളവരോട് പൈൻ്റ് അടിച്ചിട്ട് ചാർജ് ആകുന്നില്ല. പിന്നെ ഇവന് 10 രൂപ ചാർജ്. ഒന്ന് പാടാവില്ല. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പോടാ. ഗുരുവായൂരപ്പാ. ചേടാ ഗുരുവായൂരപ്പന് ഫോൺ എടുത്തോ? എന്നതാടും എക്സ്ക്യൂസ് മീ, ആ ഗുരുവായൂരപ്പൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാമോ? ഡോ ഗുരുവായൂരപ്പൻ്റെ നമ്പരോ? ഞാൻ ഫോൺ ചെയ്യുന്ന കാണാമല്ലേ കേട്ടോ. അല്ല ഗുരുവായൂരപ്പൻ ഫോൺ നമ്പർ എടുത്തത്. ഡോൺ ഡിസ്റ്റർബ്. അല്ലല്ല അയ്യമ്മ വിളിച്ചു. സത്യം. ഓക്കെ. ഓക്കെ ഓക്കേടാ. ഓക്കേടാ. ആ ശരി ശരി. കാണാവേ. കാണാം. ആ ആ ആ ശരി. അപ്പൊ 12. എന്തുവാണ് അയ്യാ ഫോൺ ചെയ്യുന്ന കാണാമല്ലേ? അതിന്റെ കീഴെ വന്ന് 12 എന്ന് പറയേണ്ട കാര്യമില്ല. ആ ശരി. എങ്ങാണ്ട് കിടന്ന നീ എൻ്റെ കീഴെ വന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ നിന്റെ കീഴെ കയറിയുന്നു. അതിനായോ? എടോ താൻ എന്റെ കീഴെ വന്നിട്ടല്ലേ 12 എന്ന് പറഞ്ഞ. അപ്പൊ താൻ എന്നെ കളിയാക്കുമല്ലായിരുന്നോ? ചേടാ നിന്നെ കളിയാക്കിയൊന്നും അല്ല. പിന്നെ? എനിക്കിപ്പോ പാലത്തിൽ നിന്ന് 12 എന്ന് പറയാൻ മേലെ. ഈ എന്റെ കീഴെ വന്നെന്തിനാ 12 എന്ന് പറഞ്ഞേ? ആ നീയല്ലേടാ എൻ്റെ കീഴ് വന്ന്. നീ അത്ര നമ്പർ ഒന്നും പറയണ്ട കേട്ടോ. നീ ഒന്ന് 12 എന്ന് പറഞ്ഞു. 12 കണ്ടോ? ഞാനും പറഞ്ഞു നീയും പറഞ്ഞു. സെയിം. ദേഹത്തോട്ട് കളിക്കില്ല കേട്ടോ. കൾച്ചർ ഇല്ലാത്തവൻ. കൾച്ചർ ഇല്ലാത്തവൻ. ആ കൾച്ചറില്ല ഞാൻ അണ്ടർ ഇട്ടിട്ടുണ്ടല്ലോ ആ അതുപോലെ. അത് തന്നെയാ പറഞ്ഞ തനിക്ക് കൾച്ചർ ഇല്ലെന്ന്. കൾച്ചർ ഇല്ലെന്ന്. ആ കൾച്ചർ ഇല്ലാത്തോണ്ട് ആൻഡ്രോയിഡ് ഇട്ടത്. ആ അതുകൊണ്ടാ പറഞ്ഞത് കൾച്ചർ ഇല്ലാതെ അണ്ടർ ഇട്ട് നടക്കുന്നവരെന്ന് പറഞ്ഞത്. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. പിന്നെ നീ എന്നെ ഇട്ടിരിക്കുന്ന. അയ്യോ ഇത് അണ്ടർ അല്ലേ, ഇത് ബെർമുഡയല്ലേ? എന്നാ മൂട? ബെർമുഡ. ആ ബെർമുഡ. അത് ശരി. അപ്പൊ പിന്നെ ഈ മുണ്ടിന്റെ അടിയിൽ കൂടി കാണിച്ചാൽ അണ്ടർവെയറും മുണ്ടില്ലാതെ കാണിച്ചാൽ ബെർമുഡയും. ഇതാണോ ഇപ്പോഴത്തെ സ്റ്റൈൽ? എന്റെ പൊന്നു ചേട്ടാ ഇതല്ലേ സ്റ്റൈൽ? ഇതല്ലേ സ്റ്റൈല്? ഇതാണ് ഫ്രീക്ക് സ്റ്റൈൽ. എന്നാ ഫ്രീക്ക് സ്റ്റൈൽ? ഫ്രീക്ക് സ്റ്റൈൽ എന്നല്ലേ ഇത്? ഫ്രീക്ക് സ്റ്റൈൽ ആണെങ്കിൽ ഇത് വെറും സ്ട്രീറ്റ് സ്റ്റൈലാണ് റാസ്കൽ. അവന്റെ ഒരു ഫ്രീക്ക് തല്ലിയല്ലേ? ആ തല്ലിയെന്താ? തല്ലോടും. ആ തല്ലി. അപ്പൊ ഇതോട് കൂട്ടി 13. എവറി ഡോഗ് ഹാസ് എ ഡേ. എല്ലാ പട്ടിക്കും ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാരും കേട്ടിട്ടില്ലേ, വീടായാലൊരു ഡോഗ് വേണം, ഡോഗിനെ നോക്കാൻ ഹസ്സും വേണം. അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ടും എല്ലാ വീട്ടിലും ഒരു ഡോഗ് വേണം കേട്ടോ. എനിക്കുണ്ട് ഒരു ക്യൂട്ട് നോട്ടി ഡോഗ്. ഹിസ് നെയിം ഈസ് ജോർജ് കുട്ടി. ഓ അവന്റെ കാര്യം പറഞ്ഞ എനിക്ക് വയ്യ.
നമുക്ക് വഴി നടക്കണ്ടേ ചുമ്മാ ഒരു പട്ടി പൂട്ടിടണമെന്ന് നിങ്ങൾ ഇങ്ങോട്ട് കേറി വന്നേ. ഇന്ന് തീരുമാനം ഉണ്ടാക്കി തന്നെ കാര്യം. ആരും ഒന്നും പറയണ്ട, എനിക്കറിയാം, എല്ലാരും കൂടെ ചോദിക്കാം. ഇവിടെ ചോദിക്കുന്നതല്ല കാര്യം. ഞാൻ തന്നെ ഇന്ന് തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞില്ലേ? ഇത് എത്രാമത്തെയാ? അങ്ങോട്ട് പറഞ്ഞേ, അങ്ങോട്ട്. കാണാലോ. ഡോ, ഇത് കണ്ടോ 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 കണ്ടോ? ആ കണ്ടു. എന്ത്? ഈ പയ്യൻ ഇവിടുത്തെ പട്ടിയെ കടിച്ചു, അത്രയല്ലേ ഉള്ളൂ. അല്ല ഇവിടുത്തെ പട്ടി ഈ പയ്യനെ കടിച്ചു, അത്രയല്ലേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂന്നോ? ആ. ഈ പയ്യൻ ഏതാണെന്ന് തനിക്കറിയാവോ? ഏതാ ഈ പയ്യൻ? ഇവൻ എന്റെ മകനാ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഡേ, നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പട്ടി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എന്നെ എന്തോരം കടിയാ ഈ പട്ടി കടിച്ചത്. ഞാൻ നിങ്ങളോട് ആരോടും പരാതി പറയാൻ വന്നില്ല, ഇല്ലല്ലോ. ഇനി എന്റെ ശരീരത്ത് അത് കടിക്കാൻ ഒരു സ്ഥലവും ഇല്ല, അറിയാവോ? ആണല്ലേ? അത് താൻ കിടക്കുമ്പോൾ തന്നെ ഭാര്യയുടെ കൂടെ കിടക്കണം, അല്ലാതെ പട്ടിയുടെ കൂടെ കിടന്നിട്ട് കാര്യമില്ല. പട്ടിയുടെ കൂടെ കെട്ടടാ അത്. നിർത്ത്, നിർത്ത്, മുടിയും നിർത്ത്. പറപ്പിച്ച് എന്നെ പേടിപ്പിക്കാൻ നിർത്ത്. വന്നിരിക്കുന്നു. ഞാൻ ചോദിക്കാന്ന് പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കാം. ചോദിക്ക്. എടോ ജോർജുട്ടി, ആ, എന്താ? തന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് വെച്ച് കുറെ ദിവസമായിട്ട് ഞാൻ എന്റെ വാക്കോട്ടെ കിഴക്കോട്ടും പഴക്കണമെന്ന് അറിയാം. എനിക്കെന്താ ചോദിക്കാനുള്ള? പറ. ചോദിക്കാൻ എന്നാന്നോ? ഈ പട്ടി ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വന്ന് തന്നോട് വന്ന് ചോദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് തന്നെ അതിന് ചോദിക്കട്ടെ. ചോദിക്ക്. ചോദിക്കാം അല്ലേ? ചോദിക്കണം. ആ, ചോദിക്ക്. എടോ, ആ. ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ പള്ളിയിലെ പെരുന്നാളാ. തന്റെ വക വല്ല പിരിവുണ്ടെങ്കിൽ കൈയോടെ തന്നാ കൊള്ളാം. നിങ്ങൾക്ക് എടോ, ഇത് പേടിച്ച് എനിക്ക് തന്റെ അടുത്ത് വരാൻ പറ്റില്ല. ഈ പട്ടിയല്ലേ ഇവിടെ ഉള്ളത്. ഡോ, ഏ? ഓണത്തിനാണോ പിരിവച്ചോടാം? ആ, ഡാ, നിന്റെ മകനാണോ പട്ടി അടിച്ചേ? അതെ. നീ അങ്ങോട്ട് ചോദിച്ചു. ചേട്ടൻ ചോദിക്കേ. ആ, എന്റെ മകനെ കടിക്കുമ്പോ ഞാൻ ചോദിച്ചോളാം. എടോ, എന്റെ മകനെ തന്റെ പട്ടി കടിച്ചതില് എന്താ തന്റെ അഭിപ്രായം? എന്നാ എന്റെ മകനെ തന്റെ പട്ടി കടിച്ചതിൽ എന്താണ് അഭിപ്രായം എന്ന്? കൊള്ള, നല്ല കടി. ഇതുപോലൊരു കടി ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്താ പോരെ? കണ്ടിട്ടില്ലേ? എന്നാ കണ്ടോ? ആ, കാണിക്ക്. ഇനി ഈ ഏരിയയിലെ ഏതെങ്കിലും പിള്ളേരെ തന്റെ പട്ടി കടിച്ചെന്നറിഞ്ഞ അറിഞ്ഞാ തല്ലിക്കൊല്ലും ഞാൻ. വളരെ ഉപകാരം. അങ്ങനെ തന്നെ ചെയ്യണം. അത് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. പട്ടീനെ അല്ല, പിന്നെ തന്നെ. ആ, ആ, കാണാം ആ, കാണാം കാണാം. കാണാം. ഒന്ന് പോരാ അവിടുന്ന്. ആ, കാണാം. അവൻ തല്ലിക്കൊല്ലും. കാണാം. പിന്നെ വാ, ഇങ്ങോട്ട് വേടാ. ദേ, കാണാം. പട്ടി കാരണം നീ പട്ടിയെ ഞാൻ എവിടെങ്കിലും കൊണ്ട് കളയും, അല്ല ഇതിനെ തല്ലിക്കൊല്ലും, ഉറപ്പാ. ആ, നീ എവിടെ പോന്നു? ദേ മനുഷ്യ, ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എവിടെയെങ്കിലും പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോ എന്നോട് എവിടെ പോകണമെന്ന് ചോദിക്കരുതെന്ന്. ഞാനിപ്പോ ക്ലബിൽ പോവാന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകം പറഞ്ഞ് അറിയിക്കണം. ഹാ, നീ എവിടെ പോവാണെന്ന് ചോദിച്ചേനാണോ നീ എന്നെ കൊല്ലാൻ വരുന്നത്? ആണോ? ഹോ, എന്റെ എടി, ദൈവമേ. ഒരു ഭർത്താവിന് ഒരു ഭാര്യയോട് എവിടെ പോണെന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല ഇന്ത്യയിൽ. നിങ്ങൾ ഇവിടെ ഭാര്യയും ഭർത്താവോ കളിച്ചിരുന്നോ? ഈ കുടുംബത്തെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നോക്കാറുണ്ടോ മനുഷ്യ? ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ അരിയില്ല, ഉപ്പില്ല, മുളക് പൊടി ഇല്ല, വെളിച്ചെണ്ണ ഇല്ല, പച്ചക്കറി ഇല്ല, ഒരു കുന്തോ ഇല്ല. ഇവിടെ ഒന്നും അന്വേഷിക്കാതെ ഇങ്ങനെ ഇരുന്നോ? എടി എടി, എടി, നീ ഇന്ന് വരെ ഇല്ല എന്നല്ലാതെ എന്തെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അയ്യോ തമ്പുരാനെ, ഇനി മുതൽ എല്ലാം ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ അരി ഇല്ലായ്മയുണ്ട്, പച്ചക്കറി ഇല്ലായ്മയുണ്ട്, മുളക് പൊടിയും വെളിച്ചെണ്ണയും എല്ലാം ഇല്ലായ്മയുണ്ട്. മതിയോ? എല്ലാം ഉണ്ടാകും. ആദ്യം നിന്റെ ഐശ്വര്യമില്ലാത്ത പട്ടിയെ കൊണ്ടുക്കളാ. ആദ്യം ഇവിടെ എന്ന് വന്ന് കയറിയോ അന്ന് മുതൽ ഇവിടെ കഷ്ടകാലം. ദേ മനുഷ്യ, എന്റെ പട്ടിയെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ പട്ടിയെ പറഞ്ഞ എന്ത് ചെയ്യും? തട്ടിക്കളയുന്നു ഞാൻ. ആ, എന്റെ മനുഷ്യ, നിങ്ങൾക്കറിയോ ഈ വർഷത്തെ ക്ലബിന്റെ ഡോഗ് ഷോയിൽ ഞാൻ അവനെ പങ്കെടുപ്പിച്ച് 1 സമ്മാനം മേടിപ്പിക്കും. എന്റെ മുത്താണ് അവൻ. ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? ദേ മനുഷ്യ, നിങ്ങൾ എന്തിനാ എപ്പോഴും എന്റെ ഈ ക്ലബിനെ കുറ്റം പറയുന്നത്? ക്ലബിലെ കുറ്റം പറഞ്ഞ എന്ത് ചെയ്യും? ദേ, എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ഞങ്ങളുടെ ഈ ക്ലബിൽ നടക്കുന്നതെന്ന് അറിയോ? ദേ, ഇന്നലെ തന്നെ ഒരു അടിപൊളി മാജിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാ അടിപൊളി മാജിക്കായിരുന്നു. ഞങ്ങളുടെ എല്ലാം കണ്ണള്ളി പോയില്ലേ? അയാൾ ഒരു കത്തി എടുത്തിട്ട് അത് ഇന്ന് ചില്ലറ പൈസ വരുത്തി. ഓ, ഇതൊന്നും വലിയ മാജിക് ഒന്നും അല്ലെന്നേ. അല്ലേ? ഇതിനൊക്കെ വലിയ മാജിക് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളോ? ഞാൻ അറിയാതെയോ? എടി, അയാൾ കത്തിന്നാണോ ചില്ലറ പൈസ എടുത്തത്? ആ, ഞാനേ പ്ലേഡിൽ നിന്ന് 10,000 രൂപ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും പലിശ അടച്ചോണ്ടിരിക്കുക. അത് നിനക്കറിയാവോ? ദേ മനുഷ്യ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ അല്ലേ പറ്റത്തുള്ളൂ. ആ, എനിക്കറിയാവുന്ന മാജിക്കാ ഞാൻ ഈ കാണിച്ചത്. ആ, ഒരു വലിയ മാജിക്കാരൻ. എനിക്കെങ്ങാനും മാജിക് അറിയാറുന്നെങ്കിൽ ഉണ്ടല്ലോ, അറിയായിരുന്നെങ്കിൽ നിങ്ങളെ ഞാനൊരു കൊരങ്ങാക്കിയേനെ. അത്രേ ഉള്ളൂ. എടി, എനിക്കെങ്ങാണം മാജിക്ക് അറിയായിരുന്നെങ്കിലേ നിന്നെ ഞാൻ ആദ്യം ഒരു മനുഷ്യ സ്ത്രീ ആക്കിയേനെ. കണ്ടോ കണ്ടോ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈയിടെയായിട്ട് എന്നോട് ഒരു സ്നേഹവും ഇല്ല. എന്നെ നേരത്തെ പോലെ ഒന്ന് നോക്ക് പോലും നിങ്ങൾ ചെയ്യാറുണ്ടോ? പറയുന്ന മനസ്സിലായി. പിണങ്ങല്ലേ? പിണങ്ങാതെ ഇല്ല. ഇങ്ങോട്ട് നോക്കി. നമ്മുടെ 10ാമത് വിവാഹ വാർഷികമാണ് നാളെ. അപ്പൊ നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? ആണോ? അപ്പൊ 10ാമത് വിവാഹ വാർഷികമായിട്ട് ചേട്ടൻ എന്നെ നാളെ എവിടെ കൊണ്ടുപോകും? നാളെ ഊട്ടിക്കുണ്ടോ? അയ്യോ, ഊട്ടിയോ? ഊട്ടിയിൽ ഞാൻ ദൂരെ പോയിട്ടേ ഇല്ല. ചക്കര. അപ്പൊ 25ാമത്തെ വിവാഹ വാർഷികത്തിന് ചേട്ടൻ എന്നെ എവിടെ കൊണ്ടുപോകും? അന്ന് വന്ന് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ അതുവരെ ഞാൻ അവിടെ എനിക്ക് ഇച്ചിരി സ്വസ്ഥത കിട്ടട്ടെ. ആഹാ, നിങ്ങൾ എന്നോട് മിണ്ടണ്ട. കൂട്ടി വെട്ടി. ഞാൻ ഇനി ഊട്ടിക്ക് വന്നില്ല. വരണ്ട. ദേ, എന്തൊക്കെയായാലും നിനക്ക് ഞാനൊരു സമ്മാനം തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട. ദേ, അങ്ങനെ പറയല്ല. അവിടെ ഇരുന്നേ പറയട്ടെ.
ഒന്നുകിൽ നമുക്ക് ബാംഗ്ലൂർക്ക് പോവാം, അല്ലെങ്കിൽ പട്ടുസാരി വാങ്ങിക്കാം. ഇതിലേത് വേണമെന്ന് നീ തീരുമാനിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാംഗ്ലൂർ പോവാം. ആ അത് മതി. അവിടെ നല്ല പട്ടുസാരിയൊക്കെ കിട്ടും. ആ ശോ, ഈ ജോർജ് കുട്ടിയുടെ കാര്യം ഇവൻ എങ്ങനെ നോട്ടി ആവാൻ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യൂലേ ചേട്ടാ? ഇവിടെ ഒരു നോട്ടി ബോയുടെ കാര്യം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ നോട്ടി ബോയ് ഉണ്ടല്ലോ, നാട്ടുകാർ നോട്ട് ചെയ്യുന്നുണ്ടേ. ഇന്നിവിടെ നോട്ടി ബോയ് ഇന്നത്തെ ഞാൻ പറഞ്ഞേക്കാം, നീ ക്ലബിൽ പോയിട്ട് വരുന്നതിന് മുമ്പേ ഒന്നുകിൽ ഞാൻ എന്നെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ഇതിനെ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളയും. നിങ്ങൾ കൊറേ കളയും. ആ ജോർജ് കുട്ടി ചേട്ടോ, എന്നാ ഉണ്ട് വിശേഷം? നല്ല വിശേഷം, ഇങ്ങനെ പോകുന്നു. അല്ല ചേട്ടൻ ഇന്നലെ ഒരു ചാക്കോട്ട് ആ കവലക്കൂടെ സൈക്കിളെ പോകുന്നുണ്ടല്ലോ. കവലക്കൂടെ സൈക്കിളെ ചാക്കോട്ടോട്ട് പോകുന്നുണ്ടല്ലോ. അതൊന്നും പറയണ്ടാവേ, ഇവിടെ ഒരു പട്ടി ഒരു നശിച്ച സാധനം, അതിനെ കൊണ്ട് കളയാൻ വേണ്ടി പോയതാ. എന്നിട്ട് കളയാൻ പറ്റിയില്ലേ? കളയാൻ പറ്റിയെന്നു? എടാ ഞാൻ അതിന് 25ാമത്തെ തവണ അതിനെ കൊണ്ട് കളയുന്നത്. ഞാൻ കൊണ്ട് കളയും, തിരിച്ചു വരുമ്പം ആ സാധനം ഇവിടെ ഇരിപ്പുണ്ട്. അത് ഇവിടുന്ന് പോകത്തില്ല, വിട്ടു മാറത്തില്ല, നാശം. അത് ശരി. അതുപോട്ടെ ചേട്ടന്റെ പട്ടിയുടെ പേരെന്താ? ജോർജ് കുട്ടി. ചേട്ടന്റെ പേരല്ലേ ചോദിച്ചത്, പട്ടിയുടെ പേരെന്താന്ന് ചോദിച്ചത്? എന്റെ പേരും പട്ടിയുടെ പേരും ഒന്നുമില്ല. അത് ശരി. അത് ഇങ്ങനെ സംഭവിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കാണത്തില്ലേ? അതെ, ഒരു ദിവസം ഇവളീ പട്ടിയായിട്ട് ഇവിടെ കയറി വന്നു. പട്ടിയായിട്ട് വന്നു. അപ്പൊ എനിക്കതങ്ങോട്ട് സൂചിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പട്ടിയെ കൊണ്ട് കളയണമെന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു കളയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ പട്ടിയെ കൊണ്ട് കളയുന്നു പറഞ്ഞു. അപ്പോ അവള് പറയാ, അവളങ്ങ് കട്ടായം പറയാ, താൻ ഈ പട്ടിയെ കളയത്തില്ല. ഞാൻ പറഞ്ഞു ദേ, ഞാൻ ഇതിനെ കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് കളയാൻ പറ്റിയില്ല. അന്ന് മുതൽ എന്റെ പേര് ആ പട്ടിക്ക് വന്നിരിക്കുന്നു. അല്ല ചെറിയൊരു സംശയം, ചേട്ടനെയാണോ പട്ടിയാണോ വിളിക്കുന്നത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതൊക്കെ പെട്ടെന്ന് അറിയാം. എങ്ങനെ അറിയാൻ പറ്റും? ജോർജ് കുട്ടി മോനെ എന്ന് വിളിക്കുമ്പോ പട്ടി ജോർജ് കുട്ടി എന്ന് വിളിച്ചാ ഞാൻ ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ആരും കാണാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് ഇതിനെ കളയാവോ? പിന്നെ ആരും കാണാത്ത സ്ഥലം പിന്നെ ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ആദ്യം ഞാൻ പറയുന്ന ചേട്ടൻ ശ്രദ്ധിച്ച് കേട്ടോണം. അതായത് ചേട്ടൻ ഇവിടെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് അവിടുന്ന് ബസ് കയറി കണിയാങ്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കണിയാങ്കുന്ന് അവിടെ പോയി ഇറങ്ങുക. അവിടുന്ന് ചേട്ടൻ മറ്റൊരു ബസ്സിൽ കയറി കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഇറങ്ങുക. കുന്നുംപുറം. അവിടുന്ന് ചേട്ടൻ 1/2 കിലോമീറ്റർ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇടത്തോട്ട് പോകുമ്പോൾ ചെറിയൊരു കയറ്റം കാണാം. അങ്ങോട്ട് പോയി ഇടത്തോട്ട് പോകുമ്പോൾ ചെറിയൊരു കയറ്റം കാണാം. ചേട്ടൻ ആ കയറ്റം കയറി അങ്ങ് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരിറക്കം. പിന്നെ ഇറക്കമുണ്ട്. ആ ഇറക്കം ഇറങ്ങി അങ്ങ് താഴെ ചെന്ന് കഴിയുമ്പോൾ ദൂരെ ഒരു പള്ളി ഇരിക്കുന്ന കാണാം. ആ പള്ളിയുടെ സൈഡിൽ കൂടെ ചേട്ടൻ നേരെ അങ്ങോട്ട് ചെന്നിട്ട് വീണ്ടും ഇടത്തോട്ട് 1/2 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു കാട് കാണാം. നേരെ ഈ കാട്ടിൽ കൊണ്ടുവന്നിട്ട് ചേട്ടൻ ഈ പട്ടി അങ്ങ് വിട്ടാൽ മതി. പിന്നൊരു കാര്യം, പട്ടിയെ വിടുന്നതിന് മുമ്പ് ചേട്ടൻ ഈ ചാക്കുകെട്ട് സഹിതം ഒന്ന് കറങ്ങിയേക്കണം. ചാക്കുകെട്ട് സഹിതം ഒന്ന് കറങ്ങണം. അപ്പൊ കറങ്ങി കഴിഞ്ഞ പിന്നെ ഈ പട്ടി തിരിച്ചു വരത്തില്ല, പ്രശ്നമേ ഇല്ല. എന്നാ നീ നോക്കിക്കോ, ഇന്ന് ഞാൻ ഈ പട്ടിയെ കൊണ്ട് കളയും. അത് ഉറപ്പാണല്ലോ? ഉറപ്പാ. ഓക്കെ മോനെ, ജോർജ് കുട്ടി ഈ ബിസ്ക്കറ്റ് അങ്ങോട്ട് കഴിക്കടായി. എന്ത് പിണക്കം അടിയുന്നത് ഈ കൊച്ചിന് നിസ്സാര കാര്യം മതി നീ ഒന്നും കഴിക്കാതിരിക്കാൻ. 2 ദിവസമായിട്ട് എന്റെ കൊച്ചൊന്നും കഴിച്ചിട്ടില്ല. ദേ ജോർജ് കുട്ടി, നീ നോക്കിക്കോ, നീ ഒന്നും കഴിച്ചില്ലെങ്കിൽ മമ്മി ഒന്നും കഴിക്കില്ല. മമ്മി നിന്നോട് പിണങ്ങും. കേട്ടോ, മമ്മി കഴിക്കത്തില്ലെന്ന്. മമ്മി കഴിച്ചില്ല, ഡാഡിയും കഴിക്കത്തില്ല. ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം. എടാ ഇങ്ങനെ പിണങ്ങിയിരിക്കാതെ വല്ല കഴിക്കണ്ട ജോർജ് കുട്ടി. വല്ല വയറ്റിൽ വല്ല അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പൊക്കിക്കൊണ്ട് പോകാൻ എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിക്കും. ജോർജ് കുട്ടി ചേട്ടോ? നീയോ? അതെ ഞാൻ തന്നെ. ചേട്ടാ നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം പട്ടിയെ കളയാൻ കൊണ്ടുപോയത്? നീ മിണ്ടിപ്പോരുത് കേട്ടാ. ഇവനാണ് നമ്മുടെ പട്ടിയെ കൊണ്ട് കളയാൻ വേണ്ടി റൂട്ട് പറഞ്ഞു തന്നെ. ആഹാ, ഇവനാണല്ലേ. നിന്നെ അല്ലെങ്കിലും ഞാൻ ഒന്ന് കാണാനിരിക്കാറുണ്ട്. എടാ മനോജ്, നിനക്ക് എങ്ങനെ തോന്നിടാ എന്റെ ഈ പുന്നാര കട്ടീനെ കൊണ്ടുവന്ന് കളയാൻ പറയാൻ? നിന്നെ ഞാൻ ഉണ്ടല്ല നിനക്കിട്ടേ വെച്ചാ. എന്റെ പൊന്നി ചേച്ചി, ഞാൻ ചേട്ടൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ലേ. ചേട്ടൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഞാൻ രക്ഷപ്പെടാൻ പറഞ്ഞത്. എടാ നീ പറഞ്ഞു തന്ന റൂട്ടിൽ ഈ പട്ടിയെ കൊണ്ട് കളഞ്ഞിട്ടേ അവസാനം ഞാൻ റൂട്ട് തെറ്റിട്ട് ഈ പട്ടിയുടെ പുറകെ വന്നോണ്ടാ ഞാൻ എന്റെ വീട്ടിൽ വന്നത്, അറിയാവോ? മനുഷ്യ, നിങ്ങൾക്ക് ഇതല്ല ഇതിലപ്പുറം വരണം. നിങ്ങൾ വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ജോർജ് കുട്ടി ഒരിക്കലും വന്ന വഴി മറക്കത്തില്ല മനുഷ്യ. എന്നാലേ ഈ ജോർജ് കുട്ടി ഉള്ളത്രയും കാലം നിന്റെ ഈ ജോർജ് കുട്ടിക്കും റൂട്ട് തെറ്റത്തില്ല. ഓക്കെ? സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോഹം. ആ മോഹം ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ എൻ്റെ രണ്ടാമത്തെ മോഹമായിരുന്നു ഒരു ജോലി കിട്ടുക എന്നുള്ളത്. കിട്ടി. എവിടെയാണെന്നല്ലേ? തൊട്ടാൽ പണി കിട്ടുന്ന സ്ഥലം, ഇലക്ട്രിസിറ്റി ബോർഡ്. ഇലക്ട്രിസിറ്റി ബോർഡിലെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ലൈൻ പൊട്ടിയ പ്രശ്നം, കറണ്ട് പോയ പ്രശ്നം. എന്തായാലും ഞാൻ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യുന്ന എൻ്റെ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ചില വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ
വെറുതെ ആന്നേ അപ്പൊ ഭയങ്കര കുഴപ്പമാണ് ഒന്ന് മാറിയില്ലടാ ഇയാളിത്. ഹലോ മദ്യശക്തി, ഇത് എങ്ങോട്ടാ? വിദ്യുശക്തിയുടെ ബില്ലടയ്ക്കാൻ പോവും. എന്താ വണ്ടിയൊക്കെ ദേ, 2000 രൂപയുടെ ബില്ല് എനിക്ക്. അതെ, 2000 രൂപയുടെ ബില്ല് തനിക്ക്. അതിനെന്താ? എനിക്കാണോ 2000 രൂപയുടെ ബില്ല്? എടോ, ഈ പ്രഭാകരൻ താനാണോ? ആ, ഞാനാ പ്രഭാകരൻ. അപ്പൊ ഈ 2000 രൂപയുടെ ബില്ലും തന്റെ തന്നെ. അത് ശരി. അപ്പൊ ഈ 2000 രൂപയുടെ ബില്ല് എനിക്ക്. കൊള്ളാം. ഈ പ്രഭാകരൻ താനാണെങ്കിൽ 2000 രൂപയുടെ ബില്ലും തനിക്ക് തന്നെ. സാറേ, എനിക്കാണോ 2000 രൂപയുടെ ബില്ല്? എടോ, 2000 രൂപയുടെ കറണ്ട് ഉപയോഗിച്ച തന്നോട് പിന്നെ ഞങ്ങൾ എന്നെ 500 രൂപയുടെ ബില്ല് മേടിക്കണോ? എടോ, വീട്ടിലെ ടിവിയും ഫ്രിഡ്ജും ഫാനും മിക്സിയൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു 2000 രൂപയുടെ ബില്ല് വരുമെന്ന്. എന്നാലേ വീട്ടിൽ ടിവിയും മിക്സിയും ഫാനും മെഷീനും ഒക്കെ ഉപയോഗിക്കുന്ന കാലത്ത് 2000 രൂപ അടച്ചോളാം കേട്ടോ. ഇത് കുറെ നേരമല്ലേ ബില്ലെന്ന് അടച്ച് ഞങ്ങൾക്ക് ആ, പോകാം. നിങ്ങൾ അങ്ങ് പൊക്കോ. എന്റെ വീട്ടിലെ കറണ്ട് പോലും ഇല്ല, അറിയാവോ? കറണ്ട് ഇല്ലേ? ഇല്ല. കൊള്ളാലോ. കറണ്ട് പോലും ഇല്ലാത്ത താൻ 2000 രൂപയുടെ ബില്ലുണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പം കറണ്ട് ഉണ്ടായിരുന്ന താൻ എത്ര രൂപയുടെ ബില്ലുണ്ടാക്കിയനെ? പോയി കൂതിക്കണോ. എന്റെ വീടിന്റെ മേളിൽ കൂടെ ലൈൻ പോയെന്ന് പറഞ്ഞ് ഞാൻ 2000 രൂപയുടെ ബില്ലടക്കണമെന്നോ? കൊള്ളാവല്ലോടാ ഇത്. ആഹാ. എടോടോ ആദ്യം വന്ന് ഞാനാ. എന്നെ ഇവിടെ ആദ്യം വന്ന് ഞാനാണ്. എല്ലാരും കേക്കണേ. ഈ പുള്ളി ആദ്യം ഇലക്ട്രിസിറ്റി ബോർഡ് വന്ന് തുറന്ന് എല്ലാം ഇവിടെ തൂത്ത് വൃത്തിയാക്കിയാണ് അല്ലേ? എടോടോ തന്നെയൊക്കെ മുമ്പ് ആദ്യം വന്ന് ഞാനാണെന്ന് പറയുന്നു. പിടിച്ച എന്നാ പറഞ്ഞ? എന്നേക്കാ മുമ്പ് വന്ന ആള് താനാണെന്നോ? എന്നാലേ തന്നേക്കാ മുമ്പേ പോകേണ്ട ആളാ ഞാൻ. അതുകൊണ്ടാ തൻ്റെ ഫ്രണ്ട് കയറിയുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലാത്തവൻ. താങ്ക്സ്. ആളില്ലേ ഇവിടെ? അതെ, ഈ ബില്ലൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. ഈ ബില്ലിന് മാത്രമേ തെളിച്ചുള്ളൂ. ലൈറ്റ് ഇടുമ്പോൾ ബൾബൊക്കെ ഒരുമാതിരി മങ്ങിയാ കത്തുന്നത്. അതെന്നാന്നറിയോ സംഭവം? ഈ കലക്കവെള്ളത്തിൽ നിന്നല്ല കറണ്ട് എടുക്കുന്നത്, അതുകൊണ്ടാ. അല്ല പിന്നെ നല്ല തെളിച്ചം കിട്ടും. മിനറൽ വാട്ടറിൽ നിന്ന് കറണ്ട് എടുക്കണം. മിനറൽ വാട്ടറിന് കറണ്ട് എടുക്കണം. ഇയാൾ ആരടോ? പറഞ്ഞിട്ട് നീങ്ങണ്ട. അല്ല പിന്നെ സോപ്പ് വെള്ളത്തിൽ ബൾബൊന്ന് കഴുകിയാലും മതി കേട്ടോ. ആർക്കറിയാം കഴുകുമെന്ന്. കയറി പെട്ടെന്നാട്ടെ സാറേ, അങ്ങോട്ട് കൊടുക്ക് പെട്ടെന്ന്. താൻ ബില്ലടയ്ക്കാൻ വന്ന് നിൽക്കുകയാണോ? പിന്നെ ഞാൻ ഈ ക്യൂ നിൽക്കുന്നുണ്ടപ്പോൾ നീ എന്നെ വെച്ചാൽ സാധനം മേടിക്കാൻ വന്നതാണ്. അല്ല, തന്നെ ആ ക്യൂവിലൊക്കെ കാണാറുള്ളൂ, അതുകൊണ്ട് പറഞ്ഞാ. എടാ, ആ ക്യൂവിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ ക്യൂ വന്ന് നിന്ന. താൻ വലിയ ഷോ ഒന്നും കാണിക്കണ്ട, മര്യാദക്ക് നിന്നിട്ട് അടച്ചിട്ട് പോ. വലിയ ഷോ ഒന്നും കാണിക്കണ്ടെന്ന്. ഷോ കാണിച്ചാൽ നീ എന്ത് ചെയ്യും? വിരല് ചൂണ്ടി സംസാരിക്കരുത്. കൈ ചൂണ്ട് സംസാരിച്ച നീ എന്ത് ചെയ്യുമാടാ? സുരേഷ് ഗോപിയാ? സുരേഷ് ഗോപിയാ? നല്ല അടി പഠിക്കും. പിന്നെ നീ വലിച്ചിട്ടുള്ള 11 kV ലൈനത്തൊട്ടിട്ട് എന്നെ അടിച്ചിട്ടില്ല. പിന്നെ ആ ലൈൻ വലിക്കുന്നത് നീ. പിന്നെ നീ വലിക്കുന്ന ലൈനൊക്കെ എനിക്കറിയാം കേട്ടാ. എവിടെയാണെന്നാ? ഹലോ, ഇങ്ങോട്ട് നോക്കിയാടാ. എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഒരൊറ്റ പോസ്റ്റ് മാത്രം ലൈൻ വലിക്കുന്ന ലൈൻമാനാ ഇവൻ. ഏത് പോസ്റ്റിൽ? ഏത് പോസ്റ്റിലാണ്? ആ ലേഡീസ് ഹോസ്റ്റലിന്റെ അവിടുത്തെ. എടോ, അവിടുത്തെ ലൈൻ എപ്പോഴും പൊട്ടുന്നോണ്ടല്ലേ? അത് ശരി. ഓരോ ലൈൻ പൊട്ടുന്നിടത്ത് നീ വേറെ ലൈൻ അങ്ങ് ഇട്ടോളുവാണോ? കൂടുതൽ ലൈമാൻ കളിക്കല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ ഏരിയ കിടന്ന് ലൈൻ അടിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ നാട്ടുകാർ നിന്റെ ഫീസ് ഊരാതെ നീ സൂക്ഷിച്ചു. വെള്ളം അടിച്ചാൽ വയറ്റിൽ കിടക്കണം കേട്ടോ. എല്ലാരും പറയും വെള്ളം അടിച്ചാൽ വയറ്റിൽ കിടക്കണം. അല്ല, എനിക്ക് അറിയാൻ മേലോട്ട് ചോദിക്കാം. ഈ വെള്ളം അടിച്ചാൽ കയറി കിടക്കുന്ന സ്ഥലമാണോ വയറ്? എടോ, അതല്ല. പിന്നെ താൻ വെള്ളം അടിച്ചാൽ തന്റെ വയറ്റിൽ കിടക്കണമെന്ന്. പിന്നെ ഞാൻ അടിച്ച വെള്ളം പിന്നെ നിന്റെ വയറ്റ് വന്ന് നടക്കുമോ? ഒന്ന് പോരാതെ. ഓരോന്നൊക്കെ രാവിലെ കറണ്ട് ചാർജ് അടയ്ക്കാൻ വന്നിരിക്കുക, വെള്ളം അടിച്ചുകൊണ്ട്. വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാം, വെള്ളം അടിച്ചുകൊണ്ട് കറണ്ട് ചാർജ് അടയ്ക്കാൻ വരാൻ മേല. സർക്കാരിൻ്റെ ഓരോരോ നിയമങ്ങൾ. റാസ്കൂള്, താനെൻ്റെ ബാക്കിൽ നിന്നാണല്ലോ. പിന്നെ താനെങ്ങനെ എൻ്റെ ഫ്രണ്ട് വന്നാ? താൻ ബില്ലടയ്ക്കുന്നില്ലേ? സോറി കേട്ടോ സാറേ. എൻ്റെ എത്ര സാറേ? ബില്ല് തരാതെ എങ്ങനെയാണോ അറിയുന്നത്? ബില്ല് തരാൻ തരാം. എടോ, താൻ ബില്ല് തന്നില്ലല്ലോ. വേണം. പിന്നെ വേണ്ടേ? അത് പറഞ്ഞാ പോരെ. അമ്പാടാ. എടോ, താൻ എന്തുകൂടെ കാണിക്കുന്നത്? തരാം.
ധൃതി വെക്കല്ലേ. ഓ പിന്നെ ഡോ മറ്റുള്ളവർക്കും ബില്ലടയ്ക്കാനുള്ളതാ. ആ മറ്റുള്ളവരുടെ ബില്ല് അവരടച്ചോളും. ഇപ്പൊ ഞാൻ അടച്ചിട്ട് അടച്ചാ മതി എല്ലാരും കേട്ടാ. പോടാ പോലെ. ശോ, ഇയാളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായല്ലോ. എന്താ സാറേ? എടോ ഇയാള് കുറച്ച് നേരമായിട്ട് ബില്ല് കയ്യിലോട്ട് തരും വലിക്കും, തരും വലിക്കും. കുറച്ച് നേരമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. ചേട്ടാ ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്നാ എടോ താൻ എന്തിനാണോ ഞങ്ങളെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ബുദ്ധിമുട്ടായല്ലേ? ദേ സാറിന് ബുദ്ധിമുട്ടായെന്ന്, എന്നെ കൊണ്ട് സാറിന് ഭയങ്കര ബുദ്ധിമുട്ടായെന്ന്. ഇതുപോലാണ് ഞങ്ങൾക്കും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട്, അറിയാവോ? എന്ത് ബുദ്ധിമുട്ടാ? എന്ത് ബുദ്ധിമുട്ടാണോ? ഇതുപോലാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കറണ്ട് വരുന്നത്. വരും പോകും, വരും പോകും. അപ്പൊ ഇതുപോലെ പൈസ തരാൻ പറ്റത്തുള്ളൂ കേട്ടാ. ആയിരത്തി 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൽ ഒരുപാട് മഹാത്മാക്കളുടെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലെന്ന്, അല്ല വിചാരിക്കത്തില്ലേ? അതെ, പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ എന്ത് സ്വാതന്ത്ര്യം കാണിക്കാമെന്ന് ആരും വിചാരിക്കരുത്. അതെ, സ്വാതന്ത്ര്യത്തോടു കൂടി എന്തും ചെയ്യാവുന്ന സ്ഥലമല്ല നമ്മുടെ നാട്. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നതിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് വേണം നമ്മളുടെ പ്രവൃത്തി, അല്ലെങ്കിൽ അറിയാലോ. ഹലോ. ആ പറ. താനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടിങ്ങ് വാ. സാറേ, എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? സാർ ഈ സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ യാതൊരുവിധ പരാതികളില്ലായിരുന്നു. സാറ് ചാർജ് എടുത്ത് 3 ദിവസം കഴിഞ്ഞ് ഇവിടെ 300 പരാതികളായി. ഇവിടെ നല്ല നല്ല SI-മാര് ചാർജ് എടുത്തു കഴിഞ്ഞാൽ 300 അല്ല, ചിലപ്പോ 3000 പരാതി വന്നിരിക്കും. അതിന് നാട്ടുകാരുടെ പരാതി എന്താണെന്ന് സാറിന് അറിയണ്ടേ? എന്താ നാട്ടുകാരുടെ പരാതി സാറിനെ കുറിച്ചാണ്. എന്നെ കുറിച്ച് നാട്ടുകാർക്ക് എത്ര പരാതി? സാറ് പാവപ്പെട്ടവനെ നെഞ്ചത്ത് കയറുന്നു. എന്റെ പൊന്ന് സാറേ, വലിയ പണക്കാരൊക്കെ വലിയ അഴിമതി കാണിക്കുമ്പോൾ സാറെന്തിനാ ഈ പാവപ്പെട്ടവനെ നെഞ്ചത്ത് കയറുന്ന? കഷ്ടം. എടോ അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എടോ നാം ചെറിയ ഇരകളെ ഇട്ടിട്ടാണല്ലോ വലിയ മീനുകളെ പിടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ആൾക്കാരിലേക്ക് പോലീസിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നറിയുമ്പോൾ വലിയ വലിയ ആൾക്കാർ അഴിമതി കാണിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഇവരെ വിട്ടിട്ട് അവരെ അങ്ങ് പിടിക്കും. അതാണ് എന്റെ ഒരു രീതി. അങ്ങനെ വലിയരെ പിടിച്ചോണ്ടല്ലേ സ്വന്തം നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഈ പട്ടിക്കാട്ടി വന്ന് നിൽക്കുന്നത്. ഹലോ. ഓക്കെ, റെഡിയാക്കാം. ഓക്കെ ശരി. ഇതെന്താ സാർ ഇത്? ഇത് ഡയറി. അതിന്റെ കാര്യമല്ല ചോദിച്ചത്. ഈ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെ എന്താണ് സംഭവിക്കുന്നത്? സാർ ഒന്ന് മനസ്സിലാക്കണം. ഉഗാണ്ടയിൽ എന്താണ് സംഭവിച്ചത്? ഉറുഗ്വേയിൽ എന്താണ് സംഭവിച്ചത്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വളരെയധികം ബുദ്ധിമുട്ടത്തില്ലേ നമ്മുടെ ചെറുപ്പക്കാരി നാട്ടിൽ? അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടന ഇതിനെതിരെ വളരെയധികം പ്രവർത്തിക്കുന്നത്. സാറിനറിയോ, ഇന്ന് ഈ സംഭവം അറിഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഞാൻ ഇവിടെ എത്തിയതയോ എനിക്കൊരു പോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. തനിക്കൊന്ന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് ഇത്തിരി സമാധാനം കിട്ടിയാനായിരുന്നല്ലോ. അനാവശ്യം പറയരുത്. അതെന്താ? ഞാൻ ഇവിടുത്തെ ഒരു ലോക്കൽ നേതാവാണ്. അതെനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഞാൻ ഇവിടുത്തെ ലോക്കലാന്ന് മനസ്സിലായി, പക്ഷെ നേതാവാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതെ, നേതാവ് തന്നെയാണ്. ഇന്ന് വരെ ഇവിടെ ചാർജ് എടുത്തിട്ടുള്ള ഏതൊരു SI-യും എന്നെ വീട്ടിൽ വന്ന് കാണാതെ ഇവിടെ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല. അറിയോ? അതെന്താ? സാറിന്റെ വീട്ടിൽ നിന്നാണോ യൂണിഫോം സപ്ലൈ ചെയ്യുന്നത്? സാർ അനാവശ്യം പറയരുത്. ഇന്ന് വരെ ഈ തടത്തിൽ ദിനേശനെ വീട്ടിൽ വന്ന് കാണാതെ ഒരു SI-യും ഇവിടെ ചാർജ് എടുത്തിട്ടില്ല. സാർ എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്നതിന്റെ ഉദ്ദേശം, എന്റെ ഒരു പയ്യൻ മിസ്റ്റർ ബൈജു, അവനെ നിങ്ങൾ സൈക്കിൾ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ സഹായിക്കാനാണ് ഞാൻ വന്നത്. അത് ശരി. ഞാനൂല് പൊല്ലിക്കുന്ന ചെറുക്കനെ വളരെ കഷ്ടപ്പെട്ട് ഈ വലിയ ശരീരവും വെച്ച് ഞാൻ പിടിച്ചതേ വളരെ ബുദ്ധിമുട്ടിയാ. അപ്പൊ എന്നെ സഹായിക്കാൻ ഒരു ലോക്കൽ നേതാവിനെ ഞാൻ കണ്ടില്ല. ഞാൻ അവനെ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അവനെയൊക്കെ സഹായിക്കാൻ വന്നിരിക്കുന്ന ഒരു ലോക്കൽ നേതാവ്. എടോ തടത്തിൽ ദിനേശ, എന്താ തന്റെ ബൈജുവിനെ ഇവിടെ പിടിച്ചോണ്ട് വന്നതിന് അവൻ കാണിച്ച തോന്നിവാസം എന്തൊക്കെയാണ് തനിക്ക് അറിയാവോ? എന്താ? അവനെ ഇവിടെ പിടിച്ചോണ്ട് വന്നപ്പോ അവന്റെ അരയിൽ ഒരു പൈന്റ്. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് നിന്ന 2 പോലീസുകാരും കൂടെ അതടിച്ച് ഫിറ്റായി പോയി. അതിനവൻ ചാവി എടുത്ത് ലോക്കപ്പ് തുറന്നിട്ട് 3 പ്രതികൾ ഒളിച്ചോടിപ്പോയി. അതിനാരും ഉത്തരവാദിത്വം പറയും? അതിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ സമാധാനം ഉണ്ടാക്കാം. താൻ പോയി അയാളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോടും. ഓക്കെ സാർ. അതായത് സാറേ, സാർ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ? ഈ ബൈജു സൈക്കിൾ മോഷ്ടിച്ചതല്ല. അവൻ മദ്യപിച്ച് മതോന്മത്തനായി വന്നപ്പോൾ അവന്റെ സൈക്കിളിന് എടുത്തിരിക്കുന്ന മറ്റൊരു സൈക്കിൾ കണ്ട് അവന്റെ സൈക്കിളാന്ന് കരുതി തെറ്റിദ്ധരിച്ച് അവൻ എടുത്തോണ്ട് പോയതാണ്. റിയലി അവൻ നിരപരാധിയാണ്. അവന്റെ സൈക്കിൾ ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവിടെ തന്നെ ഇരിപ്പുണ്ട്. എടാ നിനക്കൊരു പേടിയില്ലേ? ഞാൻ എന്നോടത്ത് എടാ SI നിന്റെ മേത്ത് മറിഞ്ഞു നീ ചത്തുപോകും. ഒരു കാര്യം കേൾക്കണേ, ഞാൻ എപ്പോഴാ എന്തിനാ ഇവിടെ കൊണ്ടുവന്നു? എടാ നിനക്കൊരു ഓർമ്മയില്ല? ഓർമ്മയില്ലെന്നോ? കിടന്ന് ഉറങ്ങിക്കിടന്ന് എന്നെ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം എന്താന്ന് ചോദിക്കുന്നു. ആരെടുത്തു വന്ന് പറഞ്ഞ നടന്നേ. ഇങ്ങോട്ട് പറയക്കടാ. എന്തോന്നാടാ ഇത്? സാറ് പുതിയ പുതിയ സാറാ? മറ്റേ സാറ് പോയി. മറ്റേ സാറൊക്കെ പോയി.
പോയി. ആ ദിനേശ എന്താടാ ഇവിടെ? ഞാൻ നിന്നെ ഇറക്കാൻ വന്നതാ. എന്നെ? ഡാ, അവിടെ സാർ പറഞ്ഞ ഡാ, 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 ഡാ. ഇവിടേക്ക്. ഇന്നലെ നീ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഹീറോയുടെ സൈക്കിൾ മോഷിച്ചോണ്ടൊന്ന് പരാതി കിട്ടിട്ടേ നിന്നെ പൊക്കിക്കൊണ്ട് വന്ന ഇവിടെ മനസ്സിലായടാ നിനക്ക്? ആരുടെ? എടാ, അമ്പലത്തിന്റെ അവിടെ നിന്ന് ഹീറോയുടെ സൈക്കിൾ നീ മോഷിച്ചോണ്ട് പോകുന്നു ഒരു പരാതി കിട്ടിട്ടാ നിന്നെ പൊക്കി ഇവിടെ കൊണ്ടുവന്നു. നിനക്കറിയാവോ? ഹീറോയുടെ? ആ നീ ഹീറോയുടെ സൈക്കിള്. എന്റെ പൊന്നു സാറ്, ദൈവത്തിനാണ് എനിക്ക് ഹീറോ അറിയത്ത് പോലും ഇല്ല. നിനക്ക് വെള്ളടിച്ച ഒരു കാര്യം അറിയത്തില്ലല്ലോ അല്ലേ? ടാ, നീ ഇന്നലെ വെള്ളം അടിച്ചിട്ട് ഇവിടെ എന്തൊക്കെ തോന്നിയോസം കാണിച്ചെന്ന് നിനക്കറിയാവോ? ഞാനോ? ആ. ഈ മന്ത്രിമാർക്ക് ഫ്ലൈറ്റിൽ പോയി തോന്നിയ ദിവസം കാണിക്കാം, തന്ത്രിമാർക്ക് ഫ്ലാറ്റിൽ പോയി തോന്നിയ ദിവസം കാണിക്കാം. ഈ ഞാൻ 2 ബെഗടിക്കുന്നതാണ് ഇത്ര വലിയ തോന്നിയ ദിവസം. നീ ബെഗടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. എടാ, നീ ഈ സ്റ്റേഷന്റെ ലോക്കപ്പ് കിടന്ന 2 പ്രതികളെ വെള്ളം അടിച്ചിട്ട് ഇറക്കി വിട്ടോടാ. ആരെ? എടാ, സ്റ്റേഷന്റെ അകത്ത് ലോക്കപ്പ് കിടന്ന 2 പ്രതികളെ നീ വെള്ളം അടിച്ചിട്ട് ഇറക്കി വിട്ടോ? അത് പറ, ഇപ്പൊ ഓർമ്മയുണ്ട്. എന്തോന്നു? എന്റെ പൈൻറ്റിങ്ങോട്ട് കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു. എന്റെ പൈൻറ്റ് അടിച്ച് മാറ്റിയിട്ട് എന്ത് വൃത്തിയാണോ കാണിക്കുന്നത്? ബഹുമാനപ്പെട്ട SI മുൻപാകെ അയ്യപ്പ ബൈജു ബോധിപ്പിക്കുന്ന അപേക്ഷ. എന്താ? ഞാൻ ഇന്നലെ സ്റ്റേഷൻ വന്നപ്പം എൻ്റെ അരയിൽ നിന്നൊരു പൈൻറ്റ് 2 പോലീസുകാർ കൂടി എടുത്ത് അത് കാണാനില്ല. അപ്പോൾ ദയവ് ചെയ്ത് സാറ പൈൻറ്റ് കണ്ടുപിടിച്ച് ഈ ഉള്ളവനെയും ഈ ദിനേശനും വെറുതെ വരണമെന്ന് താഴ്മയെ പിടിച്ചോളൂ. ദിനേശനെ വെറുതെ വിടണമെന്നു? നിന്നോട് ഞാൻ കാര്യം പറഞ്ഞേക്കാം. വൃത്തികെട്ട പരിപാടിയായിട്ട് മേലാൽ ഈ സ്റ്റേഷന്റെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ട ഇടിച്ച് ഞാൻ കൂമ്പയാൻ പാട്ടി കളയും. ദൈവത്തിനാണ് ഞാനൊരു വൃത്തികേടും ചെയ്തത്. ഒരു വൃത്തികേടും ചെയ്യുന്നില്ല. വെള്ളം അടിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലേ? നീ വെള്ളം അടിക്കണ്ട, നീ വെള്ളം അടിച്ചാലും ബഹള. അത് തന്നെ കാര്യം. ആഹാ, നിനക്കെന്നാ പറഞ്ഞ കേൾക്കാൻ മേലാത്ത? സാറേ എന്താ? എന്താടാ നീ പൊറവർക്കുന്നെന്താ? അല്ല, വെള്ളം അടിക്കത്തില്ലെന്ന് പറയായിരുന്നു. നീ അടിക്കണ്ട. അവൻ ഹീറോയുടെ സൈക്കിൾ മോഷ്ടിച്ചതും പോരാ. സാറേ അതൊക്കെ പോട്ടെ. ഇനി അവന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനി ഒരു പ്രശ്നം ഉണ്ടായാൽ എന്റെ കാര്യം ഞാൻ ഏറ്റു. അല്ല, അവന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു. താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ വെറുതെ വിടാമെന്ന് തീരുമാനിച്ചത്. ഇങ്ങോട്ട് വന്നേ. ഇനി മേലാൽ ഈ വക എന്തെങ്കിലും വൃത്തികേടുമായിട്ട് നീ സ്റ്റേഷൻ അതിർത്തിയിലെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ പിന്നെ വെളി വിടാൻ ദിനേശനല്ല ആരും എന്ന് പറഞ്ഞാൽ നിന്നെ വിടത്തില്ല, കേട്ടോടാ? കാണാവേ. ഏതാടാ ഇത്? ഓക്കെ സാർ. താങ്ക് യു. കാണാം. ഞാനൊരു പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. എന്റെ പൈൻറ്റ് മേടിച്ചിട്ട് എന്റെ പള്ളക്കൂട്ടി മോനെ ഒന്ന് ഫോൺ ചെയ്യുകയാണേ. ശരി. അയ്യോ, സൗണ്ടെങ്ങാനും കേട്ട. ഹലോ ഹലോ, SI സാറാണ് സാറേ? ഞാൻ രാമൻ നായരാണ്. രാമൻ നായർ, തുണ്ടിപ്പറമ്പ് രാമൻ നായർ. തുണ്ടിപ്പറമ്പ് സാറേ. എൻ്റെ കോമ്പൗണ്ടിൽ കയറി ഡെയിലി കുറേ ആൾക്കാർ ചീട്ട് കളിയാ സാറേ. എത്ര ശ്രമിച്ചിട്ട് അവരോടൊന്ന് ഒഴിഞ്ഞു മാറുന്നില്ല സാറേ. സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് അവരെ ഒന്ന് മാറ്റിത്തരണം. ഒന്ന് മാറ്റിത്തരണം സാറേ. എന്ത് ചെയ്താലും അവർ പോകുന്നില്ല, അതുകൊണ്ടാ. സാറ് പെട്ടെന്ന് വരുമല്ലോ. 10 മിനിറ്റ് കൊണ്ടോ? 10 മിനിറ്റ് കൊണ്ട് വരുമല്ലോ. വരണേ, ഞാൻ അവിടെ കാണും. ശരി, ഞാൻ കാണാം. ശരി 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 ശരി, ഞാൻ അവിടെ കാണും കേട്ടോ. നമുക്ക് കാണാം. ചേട്ടാ പൈസ തരാതെ പോകത്തില്ല മോനെ ഞാൻ. നീ നല്ലൊരു പ്രവൃത്തി ചെയ്തിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു. പോലീസുകാർ വരുമ്പോൾ ഞാനാ ഫോൺ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. കേട്ടാ, എൻ്റെ പുന്നാരക്കൂട്ടല്ലേ? ഓക്കെ, താങ്ക്സ്. ഇന്ന് പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. ഇവിടെ എവിടെയാണ് അവന്മാരുടെ കേന്ദ്രം? ബൈക്ക് പതുക്കെ നിർത്തി നടന്ന് ചെന്നാലേ അവന്മാരെ പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സാർ ബൈക്ക് ഒതുക്ക്. ഓക്കേ. പതുക്കെ. ഞാൻ സ്കൂട്ടായേ. ഞാനെന്താ മൂത്രം ഒഴിച്ചിട്ട് വരാം കേട്ടോ. പോലീസുകാരെ കൊണ്ട് തോറ്റു.
പതുക്കെ. ഇവന്മാരെ പിടിക്കുമല്ലോ. ഓടിക്കോളാ, പോലീസ് വരുന്നടാ, പിടിക്കൂടാ. മാപ്പ്. എന്റെ പൊന്നു സാറേ, എന്നെ ഒന്നും ചെയ്യരുത്. അതിന് ഞാനാരോ കൊന്നില്ലല്ലോ, പിന്നെന്തിനാ എന്നെ അറസ്റ്റ് ചെയ്തു? നീ ആരെ കൊന്നിട്ടില്ലേ? നീ ആരെ കൊല്ലണ്ടാ, നിന്നെ ഞങ്ങൾ കൊല്ലും. ഈ മഴയത്തിട്ട് ഓടിച്ചതിന് നിനക്ക് പണി സ്റ്റേഷനിൽ ചെന്നിട്ട് തരാം. ഞാനും നനഞ്ഞല്ലോ, പിന്നെ നീ ഇങ്ങോട്ട് മാറി നിന്നെടാ. നീ എന്ത് വൃത്തികേടാണോ കാണിച്ചത്? ഞാൻ എന്നെ വൃത്തിയുടെ, നിങ്ങളല്ലേ വൃത്തിയുടെ കാണിച്ചത്? വൃത്തികേട് കാണിച്ചത് ഞാനെന്റെ ഈ വൃത്തിയായിട്ട ശരീരം മറയ്ക്കുന്ന ഷർട്ട് നിങ്ങളല്ലേ ഊരിയെടുത്ത്. നിങ്ങൾക്കിപ്പോ എന്താ വേണം? എന്റെ അണ്ടർ വേണം. ഞങ്ങൾ ആ ചീട്ട് കളിക്കാരെ പിടിക്കാൻ വന്നപ്പോ നീ ബഹളം വെച്ചോണ്ടല്ലോ അവർ ഓടിയത്. ചീട്ട് കളിക്കാരെ പിടിക്കാൻ വന്നപ്പോ നീ ബഹളം വെച്ചോണ്ടല്ലോ അവർ ഓടിയത്. ഞാൻ ബഹളം വെച്ചോണ്ടൊന്നുമില്ല, നിങ്ങളെ കണ്ടപ്പോഴാണ് അവർ ഓടിയത്. ഞങ്ങളെ കണ്ടപ്പോഴോ? പോലീസുകാരെ കണ്ട ഏത് ചീട്ട് കളിക്കാരും ഓടും, അത് പ്രകൃതി നിയമം ആണോ? ആ ചീട്ട് കളിക്കാരെ കൊണ്ട് ശല്യം മൂത്തിട്ട് ഈ സ്ഥലത്തിന്റെ ഓണർ ഫോൺ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നത്. അവരെ നീ ബഹളം വെച്ച് ഓടിച്ചില്ലടാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങൾക്ക് ചീട്ട് കളിക്കാരെ പിടിക്കണം. നിങ്ങൾക്ക് ഇതല്ലേ വേറെ ചീട്ടുകൾ കാണിച്ചെന്നാ പോരെ? അപ്പൊ അത് ശരി. അപ്പൊ ഏരിയ മുഴുവൻ ചീട്ടുകളിക്കാരാണല്ലേ? ആണെന്ന്. ഇതല്ലേ വേറെ സെറ്റപ്പ്, അതുപോലെ അത് മതി. ഫോളോ മീ. ഇന്ന് അവനെയൊക്കെ പിടിച്ചിട്ട് ഞാൻ നോക്കി ഇങ്ങോട്ട് വരുന്നില്ല. വണ്ടിയിലോട്ട് കയറാം. വണ്ടിയിലോട്ട് കയറാൻ. അയ്യോ, ഇതാണ് ജീപ്പ് കൊണ്ടുവന്നില്ല. ആ ജീപ്പൊന്നുമില്ല, നീ അതിലോട്ട് കയറിയാ മതി. ജീപ്പ് കൊണ്ടുവന്നില്ല? ഇല്ല. ഇതേ ഞാൻ കയറത്തില്ല. എന്താ ഇതേ വല്ല ഓവർലോഡും വെച്ച വല്ല പോലീസുകാരും പിടിച്ച? ഞങ്ങള് പോലീസുകാരാ, വേറെ പോലീസൊന്നും പിടിക്കുന്നില്ല. നീ അങ്ങോട്ട് കയറിക്കേ. നിങ്ങൾ പിന്നെ പോലീസുകാരാണല്ലോ. പോലീസുകാർക്ക് എത്ര ലോഡ് വേണമെങ്കിലും വെക്കാലോ, വെക്കാലോ, വെക്കാലോ. വണ്ടിയിലോട്ട് കയറാം. അങ്ങോട്ട് കയറിക്കേ. സാറ് കയറിക്കോ. നീ കയറിക്കടാ അങ്ങോട്ട്. ഞാൻ കയറാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ? ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഇടിച്ച് നക്ഷത്രം അടിക്കുന്ന ചിഹ്നമാണോ സാറേ ഇത്? അന്യന്മാരൊക്കെ ഒരു ചീട്ടുകൾ പോക്കില്ലാതെ. വാ, ഇങ്ങോട്ട് വാ. സാറേ പോലെ അവൻ ചീട്ട് കളിക്കാരെ പൊക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുവന്ന സ്ഥലം കണ്ടോ? മെട്രോ ക്ലബ്. എന്റെ സാറേ, ഇത് മാന്യമായിട്ട് ചീട്ട് കളിക്കുന്ന സ്ഥലമാ. അവൻ നമുക്കിട്ട് പണി തരാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നല്ലേ. ഇവനെ ഇന്ന് ഞാൻ എന്താണോ നോക്കി നിൽക്കുന്നത്? ഈ വൃത്തിയായിട്ടോ കാണിക്കുന്നത് കണ്ടില്ല? സോറി സാർ. കണ്ടോ, പിടിച്ചു കൊടുത്ത എനിക്ക് അടി, പിടിക്കപ്പെട്ട ഇവർക്ക് സല്യൂട്ടും. ഇതാ പറഞ്ഞ് പണത്തിന് മീതെ പരുന്തും പറക്കത്തില്ല. നോട്ട് ദ പോയിന്റ്.